എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഹരി കെ ഐ, സ്വാഗതം ആശംസിച്ച എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ സുദേശ് എം ആർ, പുസ്തകം പ്രകാശിപ്പിച്ച കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ മലയാളം വിഭാഗം അധ്യക്ഷ കൂടിയായ സജിത ടീച്ചർ, ശിക്ഷിക്കപ്പെട്ട ദളിത് മജിസ്ട്രേറ്റ് നിയമസഭയിൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്, പ്രത്യേകിച്ച് അതിൻ്റെ സമാഹരണവും എഡിറ്റിങ്ങും നടത്തിയ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഭുവനേശ്വരി വല്ലാർപാടം, കേരളീയ സമൂഹത്തിന് വലിയ ജ്ഞാനസംഭാവനകൾ നിർവഹിച്ച ഏറെ ആദരണീയനായ ചെറായി രാംദാസ്, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരെ, എൻ്റെ ആത്മസഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ നമുക്ക് കാണാവുന്നൊരു കാര്യം, അയ്യങ്കാളിക്ക് ശേഷം കേരളം കണ്ട ധീരനായ ദളിത് പോരാളി എന്നാണ് അഡ്വക്കേറ്റ് ടി എ പരമനെ ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ധീരനായ ഒരു ദളിത് പോരാളിയായി മാറിത്തീരുന്നത് എന്ന് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് കേരളത്തിൽ നടക്കുന്ന ഗവേഷണത്തെ സംബന്ധിച്ചാണ്. മൗലികമായ ഗവേഷണത്തെ സംബന്ധിച്ച് അക്കാദമിഷ്യന്മാരും അക്കാദമിക മേഖലയെയും ചരിത്രരചനയെയും ഗവേഷണ മേഖലയെയും ഒക്കെ ആഴത്തിൽ പരിശോധിക്കുന്നവർ, വീക്ഷിക്കുന്നവരൊക്കെ തന്നെ ആകുലപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ വേദിയിലുള്ള ചെറായി രാംദാസും അതുപോലെ തന്നെ ഭുവനേശ്വരി വല്ലാർപാടവും കേരളത്തിലെ ഗവേഷണ രംഗത്ത് ഒരു ഉത്തമ മാതൃകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തിൽ യൂണിവേഴ്സിറ്റികളിൽ, സർവകലാശാലകളിൽ നടക്കുന്ന ഗവേഷണത്തെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള മൗലികമായ ഗവേഷണത്തിലാണ് ചെറായി രാംദാസും ഭുവനേശ്വരി വല്ലാർപാടവും ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ മൗലികമായ സവിശേഷത. അതുകൊണ്ട് കേരള സർക്കാർ ഈ കേരള ജ്യോതിയും നവകേരള ഫെലോഷിപ്പും ഒക്കെ കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ക്ഷണിച്ചു കൊണ്ടുപോയി അവാർഡ് കൊടുക്കേണ്ട രണ്ട് വ്യക്തിത്വങ്ങളാണ് യഥാർത്ഥത്തിൽ ചെറായി രാംദാസും ഭുവനേശ്വരി വല്ലാർപാടവും. നവകേരള ഫെലോഷിപ്പ് കേരള സർക്കാർ എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ചെറായി രാംദാസ് പ്രകാശിപ്പിച്ചിട്ടുള്ള കായൽ സമ്മേളനം രേഖകളിലൂടെ എന്ന് പറയുന്ന പുസ്തകവും, അയ്യങ്കാളിക്ക് ആദരത്തോടെ എന്ന് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകവും, ഇനിയും വളരെ വിപുലമായ രേഖകളോടുകൂടി പുറത്തു വരാനിരിക്കുന്ന പുസ്തകവും, അതുപോലെ തന്നെ താത്രിയുടെ സ്മാർത്ത വിചാരത്തെ സംബന്ധിച്ച പുസ്തകവും കേരള സമൂഹത്തിന് മാത്രമല്ല ഇന്ത്യയിലെ അക്കാദമിക സമൂഹത്തിന് കനപ്പെട്ട ഒരു ചരിത്രരേഖയായിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഞാൻ സർവകലാശാലയിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ്. മൗലികമായ രേഖകൾ കണ്ടെടുക്കുകയും ആ മൗലികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഒരു നവനവോന്മേഷശാലിയായ ഗവേഷണ പ്രബന്ധം മുന്നോട്ട് വെക്കുക, അവതരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ അധ്വാനമുള്ള ഒരു പ്രക്രിയയാണ്. യഥാർത്ഥത്തിൽ സർവകലാശാലകളുടെ അക്കാദമിക സമൂഹത്തിൻ്റെയോ അത്തരത്തിലുള്ള യാതൊരു സാമ്പത്തിക പിന്തുണയും ഇല്ലാതെയാണ് ചെറായി രാംദാസും ഭുവനേശ്വരി വല്ലാർപാടവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം ആദരവോടുകൂടി, വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് നോക്കിക്കാണേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ സർവകലാശാലകളിൽ നടന്നു വരുന്ന ഗവേഷണം എന്താണ്, ചെറായിയെ പോലെയുള്ളവർ നടത്തുന്ന ഗവേഷണത്തെ താരതമ്യം ചെയ്യുമ്പോൾ ആ താരതമ്യം സർവകലാശാലകളിൽ നടക്കുന്ന ഗവേഷണത്തോടാണ് താരതമ്യം ചെയ്യേണ്ടത്. അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യാവുന്ന രീതിയിൽ കേരള സമൂഹത്തിൻ്റെ ചരിത്രത്തെ, അക്കാദമിക ചരിത്രത്തെ വഴിതിരിച്ച് വിടുന്ന രീതിയിലുള്ള വലിയ വിള്ളൽ തീർത്തിട്ടുള്ള പഠനങ്ങളാണ് ഇവർ ഇരുവരും നിർവഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്.
അത് കായൽ സമ്മേളനം രേഖകളിലൂടെ എന്ന് പറയുന്ന പുസ്തകമാണെങ്കിലും അയ്യങ്കാളിക്ക് ആദരത്തോടെ എന്നുള്ള പറയുന്ന പുസ്തകമാണെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ടി.എ. പരമൻ MLA ജീവിതത്തെ സംബന്ധിച്ചുള്ള ചരിത്ര ജീവിതത്തെ സംബന്ധിച്ചുള്ള പുസ്തകമാണെങ്കിലും ഒക്കെ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയൊരു വിള്ളൽ തീർത്തുകൊണ്ടാണ് ആ പുസ്തകം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് 1956 സഹോദരൻ അയ്യപ്പൻ്റെ വീട്ടിൽ അഡ്വക്കേറ്റ് ടി.എ. പരമൻ സന്ദർശിക്കുന്നുണ്ട്. TKC വടുതലയും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ പരമൻ്റെ നേർക്ക് തിരിഞ്ഞ് സഹോദരൻ അയ്യപ്പൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്: ഇപ്പോൾ ഈ ജാതീയമായ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പോൾ ഈ ജാതീയമായ കാര്യങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ സഹോദരൻ അയ്യപ്പൻ ടി.എ. പരമനോട് ചോദിച്ചു. പരമൻ മാഷ് പറഞ്ഞ മറുപടി 2025 പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി: എല്ലാം പഴയതുപോലെ തന്നെ, പുറമെ അല്പം ഷുഗർ കോട്ടിങ് നടന്നിട്ടുണ്ടെന്ന് മാത്രം. എന്താണ് ആ വാചകം? എല്ലാം പഴയതുപോലെ തന്നെ, പുറമേ അല്പം ഷുഗർ കോട്ടിങ് നടന്നിട്ടുണ്ടെന്ന് മാത്രം. ഇതാണ് കേരള സമൂഹത്തിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ നവോത്ഥാന വിപ്ലവ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പരമൻ മാഷ് പറഞ്ഞ വാക്യമാണ്: എല്ലാം പഴയതുപോലെ തന്നെ. സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനങ്ങളിൽ പഴയതുപോലെ തന്നെ സവർണർ തന്നെ തുടരുന്നു. സർവകലാശാല വൈസ് ചാൻസലർമാരുടെ സ്ഥാനത്ത് ആര് തുടരുന്നു? സവർണർ തന്നെ വളരെ സുഖസുന്ദരമായിട്ട് തുടരുന്നു. കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കോളേജുകളിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായി സവർണരും വരേണ്യരും തുടരുന്നു. പിന്നെ എന്ത് വിപ്ലവത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്? കേരള സമൂഹത്തിൽ എന്ത് വിപ്ലവം നടന്നെന്നാണ് പറയുന്നത്? വിപ്ലവത്തെ സംബന്ധിച്ച് ചെറായി പലപ്പോഴും പറയുന്നുണ്ട്, നടന്നതിനെ ചുരുക്കിക്കാണുകയോ അതിൻ്റെ ചരിത്രമൂല്യത്തെ നിരാകരിക്കുകയല്ല. ആ നടന്ന ചരിത്രത്തിൻ്റെ മൂല്യത്തെ നമുക്ക് മുന്നോട്ടെടുക്കേണ്ടതായിട്ടുണ്ട്. ആ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നവോത്ഥാനത്തെ സംബന്ധിച്ച, സാമൂഹ്യ പരിഷ്കരണത്തെ സംബന്ധിച്ച ആലോചനകളിൽ പരമൻ മാഷ് പറഞ്ഞതുപോലെ ചില ഷുഗർ കോട്ടിങ് ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഷുഗർ കോട്ടിങ് ഇപ്പോഴും പഴയ നിലകളിൽ തുടരുകയാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ കേരളത്തിലെ സർവകലാശാലകൾക്ക് പലതവണ കത്തയച്ചു. ബാക്ക്ലോഗ് നികത്തണം. എന്താണ് ബാക്ക്ലോഗ്? ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് സംവരണീയരായിട്ടുള്ള ആ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം എവിടെയില്ല? സർവകലാശാല അധ്യാപക തസ്തികകളിൽ കുറവായിട്ടാണ് കാണുന്നത്. അത് നികത്തണമെന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പലതവണ കത്തുകൾ അയച്ചിട്ടും കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരും സിൻഡിക്കേറ്റ് അംഗങ്ങളും സമ്പൂർണ്ണ സുഷുപ്തിയിൽ, ഭഗവാന്റെ യോഗനിദ്ര എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും അറിഞ്ഞ ഭാവമില്ല, സമ്പൂർണ്ണ യോഗനിദ്രയിൽ അങ്ങനെ കിടക്കുക. എന്നാൽ സംവരണം അട്ടിമറിക്കുന്ന കാര്യത്തിലോ, സംവരണ അട്ടിമറിയുടെ കാര്യത്തിൽ കേരളത്തിലെ സർവകലാശാലകളിലെ ചില വിദഗ്ധന്മാർ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് മേടിച്ചവരാണ്. ഇനി അതിൻ്റെ അപ്പുറത്തെങ്കിലും ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ അവർ മേടിക്കും. സംവരണ അട്ടിമറി എങ്ങനെ നടത്തണം, അതിൽ 916 ക്ലാരിറ്റിയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ പുരോഗമനകാരികളായിട്ടുള്ള അധ്യാപക വർഗം. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ രീതിയിലാണ് നമ്മുടെ കേരളത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പരമൻ മാഷിൻ്റെ വാക്കുകൾ നമ്മൾ ഒന്നും കൂടെ വായിക്കണം. എല്ലാം പഴയതുപോലെ തന്നെ, പുറമെ അല്പം ഷുഗർ കോട്ടിങ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു ഷുഗർ കോട്ടിങ് നടത്തി. എങ്ങനെയാണ്? വേടൻ്റെ പാട്ട് സിലബസിൽപ്പെടുത്തി. അത് ഷുഗർ കോട്ടിങ്ങാണ്, നമ്മൾ തിരിച്ചറിഞ്ഞില്ല. കാരണം ഭീകരമായ സംവരണ അട്ടിമറി നടത്തിയിട്ട് വേടൻ്റെ പാട്ട് ഞങ്ങൾ എടുത്തു. സത്യത്തിൽ ഇതിൻ്റെ പേരെന്താണ്? പരമൻ മാഷ് പറഞ്ഞ ഷുഗർ കോട്ടിങ് എന്ന് പറഞ്ഞ പരിപാടിയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ സംവരണ അട്ടിമറി നടത്തിയതാണ് സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് കാലിക്കറ്റ് സർവകലാശാലയാണ്. അതിന് വേടൻ്റെ പാട്ട് സിലബസിലെടുത്ത് ഷുഗർ കോട്ടിങ് നടത്തി. അപ്പോൾ കേരളത്തിലെ ദളിതരും ബഹുജനങ്ങളും ആഹാ ബഹു സന്തോഷം, ബഹുകേമം, സംവരണ അട്ടിമറി എല്ലാം മാഞ്ഞുപോയി. ഇങ്ങനെ എല്ലാ രംഗത്തും നമ്മൾ ഷുഗർ കോട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുക. ഷുഗർ കോട്ടിങ് അല്ല വേണ്ടത്. സഹോദരൻ അയ്യപ്പൻ തന്നെ ഒരിക്കൽ പറഞ്ഞു, വിവേകാനന്ദനെ പറ്റി പറയുന്നുണ്ട്, അമേരിക്കയിൽ പോയി വിവേകാനന്ദ സ്വാമികൾ ജാതി വ്യവസ്ഥയെ വാർണിഷിട്ട് കാണിക്കുകയാണ് ചെയ്തത് എന്ന് വിവേകാനന്ദനെ പറ്റി സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട്.
അതുപോലെ ഈ വാർണിഷ് ഇടുന്ന പരിപാടിയിലാണ് കേരളത്തിലെ ചില ആളുകൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരം ഏർപ്പാടുകളെ സ്വന്തം ജീവിതം കൊണ്ട് തുറന്നു കാട്ടുകയും സ്വന്തം ജീവിതത്തെ തന്നെ വലിയൊരു ഉരകല്ലാക്കി മാറ്റിയെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ ഒരു വിപ്ലവത്തിന് വഴിയൊരുക്കിയ മഹാനായ ധീരനായ പോരാളിയാണ് അഡ്വക്കേറ്റ് ടി എ പരമൻ MLA എന്നുള്ളതാണ്. ഞാനിന്ന് രാവിലെ കേരളം കണ്ട ഏറ്റവും വലിയ ആദിവാസി പ്രവർത്തകൻ, ദളിത് പ്രവർത്തകൻ, കേരളം കണ്ട അതുല്യനായ എഴുത്തുകാരൻ, ചിന്തകൻ KM സലീം കുമാർ ഇന്ന് കേരളത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ദേഹം അവസാനമായിട്ടൊന്ന് കാണുന്ന സന്ദർഭത്തിൽ അവിടെ എത്തിച്ചേരുമ്പോൾ മാധ്യമത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള RK ബിജുരാജ് സ്വകാര്യ സംഭാഷണത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം, ഈ വൈപ്പിൻ എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപിൽ നിന്ന് കേരളത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പ്രതിഭാശാലികൾ എങ്ങനെ ഉണ്ടായി, സഹോദരൻ അയ്യപ്പനെ പോലെയുള്ള ഒരാൾ എങ്ങനെ ഈ വൈപ്പിൽ നിന്ന് ഒരു വലിയ ലോകത്തിലേക്ക് കടന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് RK ബിജുരാജ് ഒരു ചോദ്യമായി ഉന്നയിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഡോക്ടർ BR അംബേദ്കർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരിക്കലും സവർണ സമുദായങ്ങളിൽ നിന്ന്, ബ്രാഹ്മണരിൽ നിന്ന് ഒരു ബുദ്ധിജീവി ഉണ്ടാകില്ല. അവരിൽ നിന്ന് പണ്ഡിതന്മാരുണ്ടായേക്കാം, സ്കോളേഴ്സ് ഉണ്ടായേക്കാം, പക്ഷെ ഒരിക്കലും ഒരു ബുദ്ധിജീവി ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് എന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. കാരണം വിജ്ഞാനത്തെ സാമൂഹ്യ വിമോചനത്തിനുള്ള ഉപാധിയാക്കി മാറ്റുമ്പോഴാണ് ബുദ്ധിജീവി ഉണ്ടാകുന്നത്. അയാൾക്ക് മാത്രം ഒരു ബുദ്ധിജീവിയാകാൻ പറ്റും. അറിവിനെ സാമൂഹ്യമായ വിമോചനത്തിനുള്ള അടയാളവാക്യമാറ്റി മാറ്റുന്ന ഒരാൾ മാത്രമേ പബ്ലിക് ഇൻ്റലക്ച്വലായി മാറുന്നുള്ളൂ എന്ന് ഡോക്ടർ BR അംബേദ്കർ നിർവചിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ വൈപ്പിൻ എന്ന് പറയുന്ന ഈ ദ്വീപിൽ കേരളത്തിൻ്റെ സാമൂഹ്യ വിമോചനത്തിന് അടിത്തറ പാകിയ ഒരു പ്രദേശമാണ് വൈപ്പിൻകര എന്ന് പറയുന്നത്. ഈ വൈപ്പിനെ ഒരു മദ്യദുരന്തത്തിൻ്റെ പ്രദേശമായി മാത്രം കാണുന്നത് മലപ്പുറത്തെ ഒരു ഭീകര പ്രദേശമായി കാണുന്നതിന് തുല്യമാണ്. മലപ്പുറം എന്ന് പറയുന്ന പ്രദേശം ധാരാളം സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സമൂഹം, കേരളത്തിൻ്റെ ദൈക്ഷണികതയ്ക്ക്, സാംസ്കാരിക രംഗത്തിന്, ചരിത്രത്തിന് ഒക്കെ തന്നെ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു പ്രദേശം. പക്ഷെ ആ പ്രദേശത്തെ വാൽമീകി രാമായണത്തിൽ രാക്ഷസന്മാർ വസിക്കുന്ന പ്രദേശത്തെ വാൽമീകി പാതാളം എന്ന് അടയാളപ്പെടുത്തുന്നത് പോലെ വൈപ്പിനെയും മലപ്പുറത്തെയൊക്കെ തന്നെ ഒരു ദുരന്ത പ്രദേശമായി അടയാളപ്പെടുത്തുന്ന ഒരു സാമൂഹ്യ ഭാവന നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഡോക്ടർ കുഞ്ഞാമൻ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രധാനവും പ്രസക്തവുമാണ്. KN രാജനോടായിരുന്നു അദ്ദേഹം ആ ചോദ്യം ഉന്നയിച്ചത്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ നോബൽ പ്രൈസ് വാങ്ങിക്കുമായിരുന്നു എന്ന് പ്രൊഫസർ ഡോക്ടർ കുഞ്ഞാമൻ പറയുന്നുണ്ട്. നോക്കൂ, ഏതെങ്കിലും സവർണരോ മറ്റ് വരേണ്യരോ ആയിരുന്നു വൈപ്പിനിലെങ്കിൽ വൈപ്പിനിൽ നിന്ന് ഒരിക്കലും ഒരു സഹോദരൻ അയ്യപ്പനോ PK ബാലകൃഷ്ണനോ അഡ്വക്കേറ്റ് ടി എ പരമനോ ഉണ്ടാകില്ല. സാധ്യമല്ല. കാരണം സാമൂഹ്യ വിമോചനത്തിൻ്റെ കനലുണ്ടല്ലോ, ആ കനലാണ് അഡ്വക്കേറ്റ് ടി എ പരമനെയും സഹോദരൻ അയ്യപ്പനെയും PKBയെയും സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. അവരുടെ സ്വകാര്യ ജീവിതമല്ല, മറിച്ച് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ അടിമുടി മാറ്റിയെടുക്കുന്ന രീതിയിലുള്ള വിപ്ലവാത്മകമായ ജീവിതത്തിൻ്റെ തുറവിയെ ഇവർ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇവരുടെ ജീവിതം എത്രമാത്രം ധന്യമായിരുന്നു, എത്രമാത്രം മാതൃകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ പുസ്തകം തുടങ്ങുമ്പോൾ ഇതിൻ്റെ എഡിറ്ററുടെ കുറിപ്പിൽ രേഖപ്പെടുത്തും ഇങ്ങനെ: അഡ്വക്കേറ്റ് ടി എ പരമൻ പഴയ കൊച്ചി രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആദ്യ ദലിതരിൽ ഒരാൾ, ആദ്യ EMS മന്ത്രിസഭയുടെ ഇഷ്ടക്കേടിനിരയായ മജിസ്ട്രേറ്റ് എന്ന നിലയിലും പ്രശസ്തൻ, അധ്യാപന, നിയമ, സാമുദായിക, രാഷ്ട്രീയ രംഗങ്ങളിൽ തിളങ്ങി നിന്ന വ്യക്തിത്വം, 2 തവണ കേരള നിയമസഭയിൽ അംഗമായി. 1924 ഓഗസ്റ്റ് 1 എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിലെ എടവനക്കാട്ട് ജനിച്ചു. മേലാളരുടെ കുൽസിത നീക്കങ്ങളിലൂടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തി.
ഏതാനും വരികൾ മാത്രമേ ഇതിനകത്ത് നിന്ന് ഉദ്ധരിക്കുന്നുള്ളൂ. ന്യായാധിപ കസേരയിൽ നിന്നും പുറത്താക്കപ്പെട്ട അദ്ദേഹം കേരള നിയമസഭയിലെത്തി നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയായ അപൂർവത. 9 കൊല്ലം അദ്ദേഹം നിയമസഭയിൽ 2 മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തു. 1970 ഒക്ടോബർ 4 മുതൽ 1977 മാർച്ച് 21 വരെ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തെയും 1977 മാർച്ച് 22 മുതൽ 1979 നവംബർ 30 വരെ ഞാറയ്ക്കൽ മണ്ഡലത്തെയും. 4-5 നിയമസഭകളിലായി 9 കൊല്ലം ഒരു നിയമജ്ഞൻ്റെ മികവുറ്റ കഴിവ് തെളിയിച്ചിട്ടും ടി.എ. പരമനെ ഒരു മന്ത്രിസ്ഥാനത്തേക്കും പരിഗണിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് എന്ന് ഇതിനകത്ത് ഭുവനേശ്വരി വല്ലാർപാടം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമുണ്ടോ? ദളിതർ എത്രയധികം കഴിവ് പ്രകടിപ്പിച്ചാലും, ബഹുജനങ്ങൾ എത്രയധികം കഴിവ് പ്രകടിപ്പിച്ചാലും അവരുടെ കഴിവിനെ ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് റാം കെയർ ഓഫ് ആനന്ദിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചതിന് ശേഷം കേരളത്തിലെ സോഷ്യൽ മീഡിയയിലുണ്ടായ വിവാദം. അപ്പം അതിലെ വിവാദത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് അവർ പറഞ്ഞത്, റാം കെയർ ഓഫ് ആനന്ദിയെ പോലെയുള്ള ഒരു പൾപ്പ് നോവലിന് എങ്ങനെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കും? മാധ്യമത്തിൽ 1-2 ദിവസത്തിന് മുമ്പ് ഡോക്ടർ പി.കെ. രാജശേഖരൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു മാധ്യമ എഡിറ്റോറിയൽ പേജിൽ. അപ്പോൾ അവാർഡിനെ പൊതിച്ചോറായിട്ട് അദ്ദേഹം സ്ഥാനപ്പെടുത്തുന്നത്. മുമ്പൊക്കെ അവാർഡ് മേടിച്ചിരുന്നവർ ആ ദുരിത കാലഘട്ടത്തിൽ ഈ അവാർഡിൻ്റെ പൈസ കൊണ്ട് ദുരിത ജീവിതം നീക്കുന്നതിന് അവാർഡിന് തുക അവരെ സഹായിച്ചു. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത കാലത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന നിലയ്ക്കുള്ള ചോദ്യവും, റാം കെയർ ഓഫ് ആനന്ദിക്ക് അവാർഡ് കിട്ടിയത് മഹാപാതകമായി പോയി എന്ന നിലയ്ക്ക് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു ലേഖനം. നോക്കൂ, സാഹിത്യ ഭാവുകത്വത്തെ സംബന്ധിച്ച്, സാഹിത്യകൃതിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആലോചനകൾ പങ്കുവെക്കുന്ന ഡോക്ടർ പി.കെ. രാജശേഖരൻ റാം കെയർ ഓഫ് ആനന്ദിക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുക്കാൻ പാടില്ല എന്ന് സുദീർഘമായി ലേഖനം എഴുതിയിട്ട് ഒരു വരി പോലും അതിനകത്ത് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? സാഹിത്യ ചരിത്രത്തെ സംബന്ധിച്ച് വലിയ ധാരണയുള്ള ആളാണല്ലോ പി.കെ. രാജശേഖരൻ. എന്തുകൊണ്ടാണ് പി.കെ. രാജശേഖരന് റാം കെയർ ഓഫ് ആനന്ദിക്ക് എന്തുകൊണ്ട് അവാർഡ് കൊടുക്കാൻ പാടില്ല എന്ന് 1, 2, 3, 4, 5 എന്നും പറഞ്ഞ് എന്തുകൊണ്ടാണ് അടയാളപ്പെടുത്തി പറയാത്തത്? അവാർഡ് എന്താണ്? ഒരു സാഹിത്യകൃതി അവാർഡിന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എന്തൊക്കെയായിരിക്കണം മാനദണ്ഡം എന്ന് എന്തുകൊണ്ടാണ് പി.കെ. രാജശേഖരൻ ഇത്രയധികം വിപുലമായ ലേഖനം എഴുതിയിട്ടും അതിനെ സംബന്ധിച്ച് ഒരു ഖണ്ഡികയെങ്കിലും എഴുതാത്തത്? അപ്പം നോക്കൂ, ഇത്രയും കാലം കേരളത്തിലെ സവർണർക്ക് ജ്ഞാനപീഠവും സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും കിട്ടിയപ്പോൾ കേരളത്തിലെ വരേണ്യ ദുഷ്പ്രഭുത്വത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മറ്റാർക്കെങ്കിലും അവാർഡ് കിട്ടുമ്പോൾ അയ്യോ സാഹിത്യത്തിൻ്റെ ഭാവുകത്വം ഇടിഞ്ഞു പോയേ എന്ന് പറഞ്ഞ് വിലാപ കരഞ്ഞ് കണ്ണീര് വറ്റിക്കുക. റാം കെയർ ഓഫ് ആനന്ദിക്ക് അവാർഡ് കിട്ടിയേ മലയാള ഭാഷ തകർന്നുപോയി, മലയാള ഭാഷയുടെ വൈജ്ഞാനിക സമ്പത്തിന് ഇടിവുപറ്റി, സാംസ്കാരിക മൂല്യം മുഴുവൻ തകർന്ന് തരിപ്പണമായി. ഞാൻ പറയുന്നൊരു കാര്യം, റാം കെയർ ഓഫ് ആനന്ദിക്ക് അവാർഡ് കിട്ടിയിട്ട് തകരുന്നതാണ് മലയാള ഭാവുകത്വമെങ്കിൽ അതങ്ങ് തകരട്ടെന്നേ, അത് തകരട്ടെ. നമ്മൾ അങ്ങനല്ലേ വിചാരിക്കേണ്ടത്? അങ്ങനെ തകരുന്നൊക്കെ അങ്ങോട്ട് തകരട്ടെ. ഒരു പുസ്തകം അങ്ങ് തകർക്കുന്നതാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഇവർ നല്ല നോവൽ എഴുതി പുറത്തു കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. എൻ്റെ ഓർമ്മയിൽ 2013 ആണെന്നാണ് എൻ്റെ ഓർമ്മ, ദളിതവാദത്തെ സംബന്ധിച്ച് ഡോക്ടർ പി.കെ. രാജശേഖരൻ്റെ ഒരു ലേഖനം മാതൃഭൂമിയിൽ വരുന്നുണ്ട്. അതിനുശേഷം അതിന് തുടർച്ചയായിട്ട് മറ്റൊരു ലേഖനവും, ദളിതവാദ വിച്ഛേദനം പോം വഴി സഹിതം. ക്രിസ്തുമതച്ഛേദനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദളിതവാദ ഛേദനം പോം വഴി സഹിതം എന്ന് പി.കെ. രാജശേഖരൻ വീണ്ടും ലേഖനം എഴുതി. ഞാൻ പറഞ്ഞു വരുന്നത്, പണ്ഡിറ്റ് കറുപ്പൻ ബാലാകലേശം എന്ന നാടകം എഴുതിയപ്പോഴും അതുപോലെ തന്നെ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം പുറത്തു വന്നപ്പോഴുമാണ്
ഈ വരേണ്യാധികാര ദുഷ്പ്രഭുത്വം ഇങ്ങനെ വെളിച്ചപ്പാട് തുള്ളുന്നത് പോലെ തുള്ളുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് പോത്തേരി കുഞ്ഞമ്പുവിനെതിരെയും പണ്ഡിറ്റ് കറുപ്പനെതിരെയും ഇവരിങ്ങനെ രോഷം കൊള്ളുന്നത്? കാരണം മറ്റൊന്നല്ല, പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാലാകലേശവും പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയവും ഇന്ത്യയുടെ നിലീന ഭരണകൂട വ്യവസ്ഥയായ സാംസ്കാരിക ബ്രാഹ്മണ്യത്തിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ളതാണ് രാജശേഖര പ്രഭൃതികളെ ആകമാനം അലോസരപ്പെടുത്തുന്നത്. ഇവർക്ക് മഹാഭാരതവും രാമായണം വിപ്ലവ ഗ്രന്ഥങ്ങളാണ്. എന്തുകൊണ്ടാണ് മഹാഭാരതത്തിനും രാമായണത്തിനും എതിരായിട്ട് ഇവർ ഒരു വിമർശനം പോലും ഉന്നയിക്കാത്തത്? അതിനെതിരെ ഒരു വിമർശനവും ഇല്ല. ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും അതിശൂദ്രരെയും അടിമകളായി കാണുന്ന ഈ പുസ്തകം ഏറ്റവും നല്ല പുസ്തകവും മതനിരപേക്ഷ പുസ്തകവും ആയിരിക്കുമ്പോൾ പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയവും പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാലാകലേശവും ഏറ്റവും മോശം കൃതിയാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കണം, 2013 എഴുതിയ ലേഖനത്തിലും ഇതൊക്കെ മോശം കൃതിയാണ്, നാരായണൻ്റെ കൊച്ചരേത്തി ഏറ്റവും മോശം നോവലാണെന്നാണ് ഡോക്ടർ പി കെ രാജശേഖരൻ പറഞ്ഞത്. ആരാണ് ഡോക്ടർ പി കെ രാജശേഖരന് ഇതിനുള്ള അധികാരം കൊടുത്തത് എന്ന് ചോദിക്കാൻ കേരളത്തിൽ ആർക്കും ഒരു ധൈര്യമില്ല. പേടിയ, ബ്രാഹ്മണരെ പേടിക്കുന്നത് പോലെ ഈ സവർണ ഫ്യൂഡൽ നാടുവാഴി നിരൂപകരെ കേരളത്തിലുള്ളവർ ഭയപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ജനാധിപത്യ രാജ്യമല്ലേ? ആ ജനാധിപത്യ രാജ്യത്തിൽ ഇത്തരം ആക്ഷേപകരമായ നിരൂപണമെന്ന പേരിൽ നടത്തുന്ന എന്താണ്? നിരൂപണം എന്ന പേരിൽ ദളിതരും ആദിവാസികളുടെയൊക്കെ തന്നെ സർഗാത്മക സൃഷ്ടികളെ പുറന്തള്ളാനുള്ള ഗൂഢാലോചനാപരമായ നിരൂപണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമ്മൾ ശക്തമായ പ്രക്ഷോഭണ പരിപാടികൾ എഴുത്തിൻ്റെ മേഖലയിലൂടെ, സർഗാത്മക മേഖലയിലൂടെ നടത്തിക്കൊണ്ടേ ഇരിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. അത് തുറന്നു പറയുക തന്നെ വേണം. നമ്മുടെ അക്കാദമിക മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട വിപര്യം എന്ന് വെച്ചാൽ ആരുടെയും പേരെടുത്ത് പറയത്തില്ല, പേടിയ. ആരുടെയും പേരെടുത്ത് പറയാൻ വയ്യ. കാരണം പേരെടുത്ത് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം നഷ്ടപ്പെടും, വൈസ് ചാൻസലർ സ്ഥാനം നഷ്ടപ്പെടും, HOD ഷിപ്പ് നഷ്ടപ്പെടും, പല പ്രശ്നങ്ങളാണ്. അപ്പോൾ അക്കാദമിക നൈതികത എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സംസ്കൃതത്തിൽ ഇതൊക്കെ പറയുമ്പോൾ സംസ്കൃതത്തിലൊരു കാര്യം ഉണ്ടായിരുന്നത്, ഈ പൂർവപക്ഷം അവതരിപ്പിച്ചതിന് ശേഷം ആ പൂർവപക്ഷം പറഞ്ഞ ആളുകളെല്ലാം ഖണ്ഡിക്കുന്നൊരു പരിപാടിയുണ്ട്. അത് ഖണ്ഡിക്കുന്നതിന് സംസ്കൃത സാഹിത്യ സൈദ്ധാന്തികന്മാർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഖണ്ഡിക്കുന്നതിന് അവരുടെ പേരെടുത്ത് പറയുന്നതിനൊക്കെ തന്നെ പേടിയാണ്. കാരണം പൂന്താനം പാടുന്നുണ്ടല്ലോ, സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് നാണം കെട്ട് നടക്കുന്നത് ചിലർ എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക മേഖലയെ കൂടി ബാധിച്ച ഒരു വിപര്യമാണ് എന്നുള്ളതാണ്. ഇത്രയും പറയാൻ കാരണം, ഇത്തരം കാര്യങ്ങളെ ഒന്നും തന്നെ ഭയപ്പെടാതെ നിയമസഭയിൽ ഏറ്റവും ശക്തമായ വാക്കുകൾ പറഞ്ഞ ആളാണ് ടി.എ. പരമൻ എന്നുള്ളത്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയതുപോലെ പരമൻ മാഷിന് മരണമില്ല എന്ന് ചെറായി രാമദാസ് ഇതിൽ എഴുതുന്നുണ്ട്. പരമന് മരണമില്ല. എന്തുകൊണ്ടാണ് പരമൻ മാഷിന് മരണമില്ലാത്തത്? അദ്ദേഹം അധ്യാപകനായിരുന്നു, നിയമജ്ഞനായിരുന്നു, മജിസ്ട്രേറ്റായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു സുപ്രധാനമായ കാര്യമുണ്ട്, അത് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുസ്തകം തന്നെ ഉദ്ധരിക്കാം. 1ാം EMS സർക്കാരിൻ്റെ കാലം പരമൻ തിരുവനന്തപുരത്ത് സിറ്റി 2nd ക്ലാസ് മജിസ്ട്രേറ്റാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ട കേസുകളിലൊന്ന് പിൻവലിക്കാൻ അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ടായി. കുറേ കമ്മ്യൂണിസ്റ്റുകാർ ഒരു ലോറി തടഞ്ഞു നിർത്തി അതിലുണ്ടായിരുന്നവരെ മർദ്ദിക്കുകയും ലോറി ആറ്റിങ്ങൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി അതിൽ 8 ഗ്യാലൻ പെട്രോളും 2 ടിന്നും മോഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. പിൻവലിക്കാനുള്ള സർക്കാർ നടപടികൾക്കും നീക്കങ്ങൾക്കും പരമൻ വഴങ്ങിയില്ല. നീതി നിർവഹണത്തിന് ഗുണകരമല്ലാത്ത ഗവൺമെൻറ് നയം അനുവദിക്കുന്നത് നീതീകരിക്കപ്പെടത്തക്കതല്ല എന്ന് അദ്ദേഹം വിധിന്യായത്തിൽ എഴുതി. ആ അപേക്ഷ തള്ളി. ആ വിധിന്യായം ഇങ്ങനെ ഏറ്റവും പ്രസക്തമായ വിധിന്യായമാണ്, ഉദ്ധരിക്കാം. ഒരു പരാതി പിൻവലിക്കുന്നതിന് കോടതി അനുവാദം നൽകുന്നതിന് മതിയായ ഏക കാരണം ആ പിൻവലിക്കൽ നീതി നിർവഹണത്തിന് ഗുണകരമായിരിക്കുമെന്നുള്ളത് മാത്രമാണ്. നീതി നിർവഹണത്തിന് ഗുണകരമല്ലാത്ത ഗവൺമെൻറ് നയം കാരണമായി പറഞ്ഞാൽ പിൻവലിക്കുന്നതിന് കോടതി അനുവദിക്കുന്നത് നീതീകരിക്കപ്പെടത്തക്കതല്ല. ഗവൺമെൻറ്റിൻ്റെ നയം സംബന്ധിച്ച കാരണങ്ങൾ നീതി നിർവഹണത്തിന് ഗുണകരമായിരിക്കുമ്പോൾ മാത്രമേ ഒരു പരാതി പിൻവലിക്കാൻ അനുവദിക്കപ്പെടാവൂ.
യുക്തി അനുസരിച്ചാണെങ്കിൽ നീതി നിർവഹണവുമായി സംഘട്ടനമുണ്ടാകുന്ന യാതൊരു നടപടി ഉന്നയിക്കാൻ സ്റ്റേറ്റിന് കഴിയുന്നതല്ല. നീതിയുടെ അർത്ഥത്തിൽ നിന്നും നീതി നിർവഹണം പരിരക്ഷിക്കാനുള്ള സ്റ്റേറ്റിൻ്റെ ചുമതലയിൽ നിന്നും സ്വാഭാവികമായി തെളിയുന്നത് ഇതാണ്. തൊട്ടടുത്ത വാചകം പരമപ്രധാനമാണ് എന്ന് കരുതുന്നു. രാഷ്ട്രമെന്ന നിലയിൽ രൂപം കണ്ടിട്ടുള്ള ഒരു സമുദായത്തിലെ പൗരന്മാരുടെ അവകാശങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുകയും പൊരുത്തപ്പെടുത്തുകയും ചെയ്യുകയാണ് നീതി നിർവഹണം. നീതി നിർവഹണത്തെ പരമന്മാർ ഇങ്ങനെ നിർവചിക്കുന്നത്. എന്താണ് നീതി നിർവഹണം? രാഷ്ട്രമെന്ന നിലയിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു സമുദായത്തിലെ പൗരന്മാരുടെ പൗരാവകാശങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുകയും പൊരുത്തപ്പെടുത്തുകയും ചെയ്യുകയാണ് നീതി നിർവഹണം. ഇതാണോ ദളിത്-സ്ത്രീയായ ബിന്ദുവിനോട് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ച നീതി നിർവഹണം? കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിലുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള പോലീസ് ഭരണ സംവിധാനം, ഇതാണോ നീതി നിർവഹണം? ഏറ്റവും വലിയ കൊടിയ അനീതി നിലനിൽക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല. ഈ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ എത്രയോ വർഷങ്ങളായി ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളുന്ന ഒരു വ്യവസ്ഥാക്രമം കേരളത്തിൽ നിലനിൽക്കുകയാണ്. എന്നിട്ടും ലജ്ജയില്ലാതെ പുരോഗമന കക്ഷികളിൽ പലരും അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ. പരമന്മാഷിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഷുഗർ കോട്ടിങ്. ഈ ഷുഗർ കോട്ടിങ് ആണ്. അയ്യങ്കാളി ജയന്തി ഇടന്ന് അയ്യങ്കാളിയുടെ ഫോട്ടോ കുറിക്കുക എവിടെ? ഫേസ്ബുക്കിൽ. അതോടുകൂടി വിപ്ലവം പൂർത്തിയായി. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളുന്ന സമീപനം. എങ്ങനെയാണ് നിങ്ങൾ അയ്യങ്കാളിയുടെ സാധുജനങ്ങളെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അയ്യങ്കാളിയുടെ ജന്മദിനത്തിന് അയ്യങ്കാളിയെ ആഘോഷിക്കുകയും അയ്യങ്കാളിയുടെ സാധുജനങ്ങളെ പുറന്തള്ളുന്ന സമീപനം എങ്ങനെ ശരിയാകും? ഒരു കയ്യിൽ ഫേസ്ബുക്കിൽ അയ്യങ്കാളിയുടെ ഫോട്ടോ, മറുകൈയിൽ ആദിവാസികളെയും ദളിതരെയും പുറന്തള്ളാനുള്ള സംവരണ അട്ടിമറി റോസ്റ്ററുകൾ. ഇത് രണ്ടും കൂടെ എങ്ങനെ ശരിയാവും? ഏതേ ഒന്നേ ശരിയാവും. ഒരു കയ്യിൽ വേടൻ്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയ സിലബസിൻ്റെ കോപ്പി ഒരു കയ്യിൽ, മറുകൈയിൽ കേരളത്തിലെ ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളാനുള്ള സംവരണം അട്ടിമറിക്കാനുള്ള റോസ്റ്റർ തയ്യാറാക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ. ഒന്നും കൂടെ തിരുത്തേണ്ടതായിട്ടുണ്ട്. അത് കേരളത്തിലെ സവർണ ബ്രാഹ്മണ്യത്തിന് മാത്രമേ കഴിയൂ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ട് നടക്കാൻ. ഒരേ സമയം വിപ്ലവം പ്രസംഗിക്കുകയും ചെയ്യും, അതേസമയം തന്നെ ഈ വിപ്ലവം പ്രസംഗിച്ചുകൊണ്ട് ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളുന്ന സമീപനം സ്വീകരിക്കാൻ കഴിയുന്ന പുരോഗമന വിരുദ്ധതയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണ്യത്തിന് നവബ്രാഹ്മണ്യം അല്ലെങ്കിൽ പഴകിയ ബ്രാഹ്മണ്യം, പുതിയ ബ്രാഹ്മണ്യം എന്നൊന്നുമില്ല. പഴയത് പുതിയ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നവബ്രാഹ്മണ്യം എന്ന് പറയുന്ന പേരിന് വലിയ കാര്യമൊന്നുമില്ല. സംഗതി പഴയത് തന്നെ, പഴയ വ്യവസ്ഥ തന്നെ തുടരുക. അദ്ദേഹം പറയുന്നു, പരമന്മാഷിൻ്റെ വാക്കുകളാണ്, പൊരുത്തപ്പെടുത്തിയ അവസ്ഥ കാത്തു സൂക്ഷിക്കുന്ന സംഘടനയാണ് സ്റ്റേറ്റ്. എന്താണ് സ്റ്റേറ്റ്? പൗരന്മാരുടെ അവകാശങ്ങളെ, അവരുടെ സാമുദായികമായ അവകാശങ്ങളെ പൊരുത്തപ്പെടുത്തുന്ന നീതി നിർവഹണ സമ്പ്രദായത്തിൻ്റെ പേരാണ് സ്റ്റേറ്റ് എന്ന് പരമന്മാഷ് നിരീക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കൂടി ഹൈക്കോടതി പറഞ്ഞത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള കോഴ വാങ്ങിയാണ് നിയമനം നടക്കുന്നതെന്നാണ് പറഞ്ഞത് ഹൈക്കോടതിയാണ്. എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? കേരളത്തിൽ ഒരു മാറ്റവും ഇല്ല. പൊതുപണം ഒഴുകുന്നൊരു വലിയ മേഖലയാണ് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല. പക്ഷേ ആ മേഖലയിൽ ഇപ്പോഴും സമ്പൂർണ്ണമായ അനീതിയാണ്. സാമ്പത്തികം, അതുപോലെ തന്നെ പദവി. നോക്കൂ, എയ്ഡഡ് കോളേജിൽ ആദ്യമായിട്ട് അധ്യാപകനാകുന്ന ഒരാൾ, അയാൾ അസിസ്റ്റൻ്റ് പ്രൊഫസറായി, അസോസിയേറ്റ് പ്രൊഫസറായി, അയാൾ പിന്നീട് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ഒരു എയ്ഡഡ് കോളേജിൽ കയറുന്ന ആൾ പിന്നീട് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് എവിടെയാണ് വരുന്നത്? യൂണിവേഴ്സിറ്റിയിലേക്കാണ്. നോക്കൂ, അങ്ങനെ ഒരു അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വരാനുള്ളൊരു സാധ്യത എയ്ഡഡ് കോളേജിൽ നിയമനം കിട്ടാത്തൊരു ദളിതനോ ആദിവാസിക്കോ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് എവിടെ വരാൻ കഴിയില്ല? സർവകലാശാലകളിൽ വരാൻ കഴിയില്ല. ഇങ്ങനെ എയ്ഡഡ് കോളേജുകൾ വഴി അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായി ജോലിയിൽ പ്രവേശിച്ച സവർണ ദുഷ്പ്രഭുത്വമാണ് ഇപ്പോൾ കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാരായിട്ടിരിക്കുന്ന പലരും. ഈ യാഥാർത്ഥ്യം നമ്മൾ കാണണ്ടേ?
പിന്നെ നമ്മൾ വിപ്ലവം പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? വർഷാവർഷം UGCയുടെ ഫണ്ട് വാങ്ങിച്ച് നവോത്ഥാനത്തെ സംബന്ധിച്ച് സെമിനാർ നടത്തിയിട്ടൊന്നും കാര്യമില്ല. നവോത്ഥാനം പ്രവർത്തിച്ച് കാണിക്കണം. ഈ നവോത്ഥാനത്തിൻ്റെ സെമിനാറുകൾ നടക്കുന്ന സർവകലാശാലയിലല്ലേ സംവരണ അട്ടിമറി നടക്കുന്നത്? അപ്പോഴൊക്കെ ഈ അധ്യാപകർ എവിടെ ആയിരുന്നു? നവോത്ഥാനത്തിൻ്റെ പ്രസംഗം മാത്രം നടത്താനല്ല, നാരായണ ഗുരുവിനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. സഹോദരൻ അയ്യപ്പനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അവനവൻ്റെ കൺമുമ്പിൽ അനീതി നടക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാത്തവർ കവലെ വന്ന് നിന്ന് നവോത്ഥാനത്തെ കൊട്ടിപ്പാടി സ്തുതിച്ചിട്ട് കാര്യമൊന്നുമില്ല. കേരളത്തിൽ നമുക്കറിയാം, വിദ്യ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി PhD ഗവേഷണം സംബന്ധിച്ച കാര്യത്തിൽ വലിയ അട്ടിമറി നടന്നു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലാണ് PhD ഗവേഷണ പ്രവേശനത്തിൽ പോലും അട്ടിമറി നടന്നത്. അപ്പോൾ എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഗവേഷണ മേഖലയിൽ പോലും അട്ടിമറിയാണ്. ഗവേഷണ മേഖലയിൽ തന്നെ ആളുകളെ, ദളിതരെയും ആദിവാസികളെയും പുറന്തള്ളുന്നൊരു സമീപനം നിലനിൽക്കുന്നു. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെൻറ്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IITകളിലെ 6049 അധ്യാപക തസ്തികകളിൽ 121 പേരൊഴിച്ച ബാക്കി മുഴുവൻ സവർണരാണ്. അങ്കുൽ പലിവാളിൻ്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 96% തസ്തികകളിലും സവർണരാണ് അധ്യാപകരായി ജോലി ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പിന്നെ IITയിലിരിക്കുന്ന മാണ്ഡ്യ IITയിലെ പ്രൊഫസർ പറഞ്ഞത് തൻ്റെ പിതാവിൻ്റെ പനി മാറിയത് ഗോമൂത്രം കുടിച്ചിട്ടാണ്. അത്ഭുതപ്പെടേണ്ടതില്ല. സവർണർ മാത്രം ഇരിക്കുന്ന കടവല്ലൂർ അന്യോന്യം പോലെയുള്ള വാക്യാർത്ഥ സദസ്സുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രൊഫസർമാർ ഗോമൂത്രം കുടിക്കാനല്ലാതെ പിന്നെ പാരാസെറ്റമോൾ കഴിക്കാൻ പറയുമോ? പറയില്ല, വിചാരിക്കണ്ട. കാരണം സായണൻ്റെ പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് ബ്രാഹ്മണ സ്വർണ്ണഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ എന്നാണ്. എന്തുകൊണ്ടാണ് പ്രമേഹം വരുന്നത്? പ്രമേഹം വരാൻ കാരണം എന്താണ്? ബ്രാഹ്മണ സ്വർണ്ണഹരണ, മുജ്ജന്മത്തിൽ ബ്രാഹ്മണൻ്റെ സ്വർണ്ണം അപഹരിച്ചതുകൊണ്ടാണ് ഈ ജന്മത്തിൽ എന്ത് വരുന്നത്? പ്രമേഹം വരുന്നത്. എന്തായാലും ഈ സദസ്സിലുള്ള ഭൂരിഭാഗം പേരും ചിലപ്പോൾ പ്രമേഹ രോഗികളായേക്കാം. അവരെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണൻ്റെ സ്വർണ്ണം അപഹരിച്ചവരാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന പ്രൊഫസർമാരെ സവർണ ഒളിഗാർക്കി സൃഷ്ടിക്കുകയാണ്. ഈ പുസ്തകത്തിലൊരു വാചകം ഭുവനേശ്വരി വല്ലാർപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ വളരെ പ്രസക്തമെന്ന ആ ഒരു പ്രയോഗത്തെ കാണുന്നു. സവർണ ജുഡീഷ്യൽ ഫ്യൂഡലിസം എന്നാണ് ആ പ്രയോഗം. സവർണ ജുഡീഷ്യൽ ഫ്യൂഡലിസം. എന്തുകൊണ്ടാണ് ഭുവനേശ്വരി വല്ലാർപാടം സവർണ ജുഡീഷ്യൽ ഫ്യൂഡലിസം എന്ന് അഡ്വക്കേറ്റ് ടി എ പരമൻ MLA ജീവിതത്തെ അടയാളപ്പെടുത്തുമ്പോൾ അത്തരമൊരു പ്രയോഗം ഉപയോഗിക്കാൻ കാരണം? അതിന് കാരണമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ കസേരയിൽ ഇരുന്ന ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 278 പേരിൽ 252 പേരും സവർണരാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഭുവനേശ്വരി വല്ലാർപാടത്തിൻ്റെ ഭാഷയിൽ ഇതിനെ സവർണ ജുഡീഷ്യൽ ഫ്യൂഡലിസം എന്നല്ലാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? 278 ജഡ്ജിമാരുണ്ടാകുമ്പോൾ അതിനകത്തുനിന്ന് 252 പേരും സവർണ സമുദായത്തിൽ നിന്നുള്ളവർ മാത്രമാകുന്നതിൻ്റെ പേര് ജനാധിപത്യം എന്നല്ല, ഒളിഗാർക്കി എന്നാണ്. പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സവർണ ഒളിഗാർക്കിയാണ്. ഡോക്ടർ BR അംബേദ്കർ ഈ ഒളിഗാർക്കിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഒളിഗാർക്കിയാണ് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ സമസ്ത മേഖലകളെയും കാർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ അടിവേര് കിടക്കുന്നത് സവർണ ഒളിഗാർക്കിയിലാണ്. ഹിന്ദുത്വം വളർന്നു പടരുന്നത് സവർണ ഒളിഗാർക്കിയിലാണ്. എവിടെയാണോ സവർണത മുറ്റിത്തഴച്ചു വളരുന്നത് അവിടെയാണ് ഹിന്ദുത്വത്തിൻ്റെ വേര് കിടക്കുന്നത്. പരാന്നഭോജന സംസ്കാരം കിടക്കുന്നത് ഹിന്ദുത്വത്തിൻ്റെ അടിവേരായ സവർണ ഒളിഗാർക്കിയിലാണ്. അതുകൊണ്ട് നമുക്ക് ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്താൻ കഴിയണമെങ്കിൽ സവർണ ഒളിഗാർക്കിയെ പരാജയപ്പെടുത്താൻ കഴിയണം. സവർണ ഒളിഗാർക്കിയെ പരാജയപ്പെടുത്താതെ ഹിന്ദുത്വത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ സർവകലാശാലകളിൽ നടക്കുന്ന സംവരണ അട്ടിമറി. ഹിന്ദുത്വത്തിനെതിരെ വലിയ വലിയ പ്രസംഗമൊക്കെ കാണും. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ നമ്മുടെ ആള്, ആരാണ് ഈ നമ്മുടെ ആള്? നമ്മുടെ ആള് എന്ന് പറയുന്ന പ്രയോഗമുണ്ടാകുന്നത് ജാതി വ്യവസ്ഥയിൽ നിന്നാണ്. നമുക്ക് വേണ്ടപ്പെട്ടവർ മാത്രം
അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായി വന്നാൽ മതി എന്ന് പറയുന്ന സമ്പ്രദായം, ആ സമ്പ്രദായത്തിൻ്റെ ഉൽപ്പത്തി കേന്ദ്രം ജാതി വ്യവസ്ഥയാണ്. ജാതി വ്യവസ്ഥ എപ്രകാരമാണോ സമൂഹത്തിലെ വരേണ്യർക്ക് മാത്രം സുഖലോലുപതകൾ ഉറപ്പുവരുത്തിയത്, അതുപോലെ തന്നെ നവീന ജാതി വ്യവസ്ഥ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായി ഞങ്ങൾക്കിഷ്ടമുള്ളവർ മാത്രം വരാൻ വേണ്ടി ഉറപ്പുവരുത്തുന്നതിൻ്റെ പേരാണ് അട്ടിമറിക്കപ്പെട്ട റോസ്റ്റർ. അത് PhD റാങ്ക് ലിസ്റ്റിൽ, MA റാങ്ക് ലിസ്റ്റിൽ, അസിസ്റ്റൻ്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ ഒക്കെ തന്നെ ഈ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനം നിലനിൽക്കുന്നു. ഈ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും? ഈ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും? അയ്യങ്കാളി ഇനി വില്ലുവണ്ടി എടുത്ത് വരണോ? അതോ ഇനി വൈപ്പിൽ നിന്ന് സഹോദരൻ അയ്യപ്പൻ പുനർജനിക്കണോ? ഇതൊന്നും സംഭവിക്കില്ല. ഈ പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്നുള്ളതാണ് ചോദ്യം. ഈ പൂച്ചയ്ക്ക് നമ്മൾ തന്നെ മണി കെട്ടിയേ മതിയാവൂ, നമ്മൾ തന്നെ മണി കെട്ടിയേ മതിയാവൂ. പക്ഷേ അതിനാര് സമ്മർദ്ദം ചെലുത്തും? ആര് ഈ സ്ഥാപനങ്ങളെ ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമെന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യം, ഒരു സർവകലാശാലയെ സംബന്ധിച്ച് ആ സർവകലാശാല ജനാധിപത്യവൽക്കരിക്കപ്പെടണമെങ്കിൽ ആന്തരികമായി അവിടുത്തെ അധ്യാപകർ ജനാധിപത്യവാദികളായിരിക്കുക, ആ സ്ഥാപനത്തിലെ അധ്യാപകർ ജനാധിപത്യപരമായി നിരന്തരം ഇടപെടുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ TA പരമൻ നേരിട്ടതുപോലെ ചില വ്യതകൾ അനുഭവിക്കേണ്ടി വരും. ആ വ്യത അനുഭവിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഡോക്ടർ BR അംബേദ്കറെ പോലെ ആ വ്യത അനുഭവിക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ചിലപ്പോൾ പുറത്ത് നിൽക്കേണ്ടി വന്നേക്കാം. പക്ഷെ നിങ്ങൾ പുറത്ത് നിന്നാലും നിങ്ങളുടെ തലമുറ അകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ കഴിയും. അങ്ങനെ പുറത്ത് നിന്ന് യുദ്ധം ചെയ്യുവാൻ, സമരം ചെയ്യുവാൻ എത്ര പേര് തയ്യാറുണ്ടെന്നുള്ളതാണ് ചോദ്യം. ആ തയ്യാറുണ്ടായിരുന്നവരിൽ ഒരാളായിരുന്നു അഡ്വക്കേറ്റ് TA പരമൻ എന്ന് പറയുന്ന ആദരണീയനായ നമ്മുടെ മുൻ MLA. അത്ര ധീരമായ ജീവിതം നയിച്ച ഒരാളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹം നിയമസഭയിൽ പറയുന്നുണ്ട്, ഇന്നങ്ങനെ ആർക്കെങ്കിലും പറയാൻ ധൈര്യമുണ്ടാകുമോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ച നിയമസഭാ സാമാജികനായിരുന്നു അഡ്വക്കേറ്റ് TA പരമൻ MLA. അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രീയത്തിൽ വിപ്ലവകാരികളായിരിക്കുമ്പോൾ തന്നെ ചിലർ സാമൂഹ്യ കാര്യത്തിൽ പിന്തിരിപ്പന്മാരാകുന്നു. രാഷ്ട്രീയത്തിൽ വിപ്ലവകാരികളും സാമൂഹ്യ കാര്യത്തിൽ പിന്തിരിപ്പന്മാരുമായിട്ടുള്ള കോവർ കഴുതകളുടെ ഇനം ധാരാളമുള്ള നാടാണ് നമ്മുടെ നാടെന്ന് ഡോക്ടർ അംബേദ്കർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് പരമൻ മാഷ് സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയത്തിൽ വിപ്ലവം പ്രസംഗിക്കും, സാമൂഹ്യ കാര്യം വരുമ്പോൾ പിന്തിരിപ്പന്മാരാവും. ഈ വ്യവസ്ഥ തുടരുകയാണ്. ഈ വ്യവസ്ഥ നിർബാധം നമ്മുടെ സമൂഹത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറായി രാംദാസ് ഇതിനകത്ത് എഴുതുന്നുണ്ട്, പരമന് മരണമില്ല. എന്തുകൊണ്ടാണ് പരമൻ മാഷിന് മരണമില്ലാത്തത്? സാമൂഹ്യ അനീതി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് തുടരുന്ന കാലത്തോളം നമുക്ക് പരമൻ മാഷിനെ പോലെയുള്ളവരുടെ ജീവിതം വളരെ പ്രസക്തവും പ്രധാനവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. ഞാൻ ഈ പുസ്തകം മുഴുവൻ അവതരിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അത് ഈ പുസ്തകത്തിൻ്റെ വായനയ്ക്കൊരു തടസ്സമാണ് താനും. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. അത് നിയമസഭയിൽ ഒരു പ്രസംഗത്തിൽ കർഷക തൊഴിലാളികളെ ആരറിയാൻ എന്ന പേരിൽ തലക്കെട്ടോടുകൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: 10,000 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തതായും തദ്വാര ഇവിടുത്തെ ജനങ്ങളുടെ ഭൂദാഹം ശമിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതായും പറയുന്നുണ്ട്. ഈ 1000 ഏക്കർ ഭൂമി പതിച്ചു കൊടുത്തതിൽ എത്ര ഹരിജനങ്ങൾ ഉൾപ്പെടുന്നു? ഇതാണ് പരമൻ MLAയുടെ ചോദ്യം. ഈ പതിച്ചു കൊടുത്തതിൽ എത്ര ഹരിജനങ്ങൾ ഉൾപ്പെടുന്നു? ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ എത്ര ദളിതർ ഉൾപ്പെടുന്നു? പുരോഗമനകാരികളായ ധാരാളം അധ്യാപകർ, സർവകലാശാല അധ്യാപകർ, ഈ അധ്യാപകരിൽ എത്ര പട്ടികജാതിക്കാർ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് നമ്മൾ പ്രശ്നത്തിൻ്റെ കാതലിനെ ചെന്ന് തൊടുക. ആ കാതലിനെ തുടങ്ങുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയിൽ എത്ര ദളിതർ, സാഹിത്യ അക്കാദമിയുടെ കമ്മിറ്റിയിൽ എത്ര ദളിതർ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കമ്മിറ്റിയിൽ എത്ര ദളിതർ, ഇങ്ങനെ ഭരണരംഗത്ത് നീതിന്യായ നിർവഹണ സംവിധാനത്തിൽ എത്ര ദളിതർ, എത്ര ആദിവാസികൾ,
മന്ത്രിസഭയിൽ എത്ര ദളിതർ എന്ന ചോദ്യം ടി എ പരമൻ മാഷിൻ്റെ പ്രസംഗത്തെ മുൻനിർത്തി നമുക്ക് നിരന്തരം ഉന്നയിക്കേണ്ടി വരും. ആ ചോദ്യങ്ങളെല്ലാം തന്നെ നീതിയുടെ കാമ്പിനെ തൊടുന്ന ചോദ്യങ്ങളാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, നീതിയില്ലെങ്കിൽ ഈ ലോകത്ത് സമാധാനമുണ്ടാവില്ല, നീതിയില്ലെങ്കിൽ ഈ ലോകത്തിന് സമാധാനമുണ്ടാവില്ല എന്നുള്ളതാണ്. ഈ അടുത്തിടെ, എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, യൂണിയൻ സർക്കാർ ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. അത് വിശ്വകർമ്മജർക്ക് അവരുടെ തൊഴിലെ പിന്തുടരുന്നതിനും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടി പ്രത്യേക ഫണ്ട് അനുവദിക്കുന്ന ഒരു പ്രവർത്തനമാണ് യൂണിയൻ സർക്കാർ നിർവഹിച്ചത്. 1971 29/3/1971 ചർച്ചയിൽ പരമൻ മാഷ് ഒരു കാര്യം പറയുന്നുണ്ട്. ഹരിജനങ്ങൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നത് അവരുടെ പരമ്പരാഗത തൊഴിലുകളായ കൊട്ടനെയ്ത്ത്, പായനെയ്ത്ത് തുടങ്ങിയവയിൽ മാത്രമാണെന്ന് പരമൻ മാഷ് പറഞ്ഞു. കാലഹരണപ്പെട്ടതും നേരം കൊല്ലുന്നതുമാണ് ആ തൊഴിലുകൾ. മിച്ചഭൂമിയുടെ 78% ഹരിജനങ്ങൾക്ക് നൽകേണ്ടതാണെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും അത് പ്രയോഗത്തിലായില്ല. അദ്ദേഹം പറയുന്നു, വിഷമത അനുഭവിക്കുന്ന മറ്റു ജനവിഭാഗങ്ങൾക്കും മിച്ചഭൂമിയും വനഭൂമിയും കൊടുക്കാൻ ബാക്കിയുണ്ടാകരുതെന്നുള്ള ഉദ്ദേശത്തോടുകൂടി സംഘടിതമായ രീതിയിൽ വനഭൂമിയും തരിശുഭൂമിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും സഹായ സഹകരണത്തോടെ കയ്യേറ്റം നടത്തിയവരാണ് അവർ. ഇതിന്ന് പറയുമ്പോൾ പരിഹാസത്തോടുകൂടി മാത്രമേ വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇത് 1960 ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് പ്രകാരം ഭൂമി പതിച്ചു കിട്ടാൻ അർഹതയുള്ളവർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളുടെ സന്ദർഭത്തിലാണ് പരമൻ മാഷ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ലാൻഡ് അസൈൻ ചെയ്യുന്ന അവസരത്തിൽ 1967 ശ്രീ EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം പോലീസ് മന്ത്രിയും മുഖ്യമന്ത്രിയായിരിക്കുകയും ശ്രീമതി ഗൗരി റവന്യൂ മന്ത്രിയായിരിക്കുകയും ചെയ്ത അവസരത്തിൽ അവരുടെ പാർട്ടിക്കാർ സംഘടിതമായി വനഭൂമിയും മറ്റു തരിശുഭൂമികളും കയ്യേറി. അവരെല്ലാം തന്നെ കൂടുതലും ഭൂമിയുള്ള ആളുകളായിരുന്നു. അവരെല്ലാം തന്നെ പാവപ്പെട്ട കൃഷിക്കാർ എന്നുള്ള ക്വാളിഫിക്കേഷൻ നൽകിയാണ് നിയമം ലംഘിച്ച് കയ്യേറ്റം നടത്തിയത്. അങ്ങനെയുള്ളവർക്ക് ഈ നിയമത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാകുന്നതിനുള്ള അവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ല എന്ന് സുശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ പുസ്തകം ഉറക്ക വായിക്കണമെങ്കിൽ പോലും ഇച്ചിരി ധൈര്യം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ചെറിയ ധൈര്യം പോരാ. സ്ഥാനമാന പദവികൾ മേൽ യാതൊരു താല്പര്യമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഈ പുസ്തകം, ഈ പേജ് ഉറക്ക വായിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് രഹസ്യത്തിലിരുന്ന് വായിക്കാം. എന്നിട്ട് എവിടെങ്കിലും സെമിനാർ അവതരിപ്പിക്കുമ്പോൾ ഈ ഭാഗം വിട്ടിട്ട് പരമൻ MLA സംബന്ധിച്ച മറ്റു ചില കാര്യങ്ങൾ പറയാം. ഇങ്ങനെയാണ് നമ്മുടെ തന്ത്രം. ചില കാര്യങ്ങൾ വിട്ടുകളയുക, ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുക. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് പരമൻ MLA ചെയ്യുന്ന അനീതിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ നമ്മൾ വളരെ ആദരവോടുകൂടിയാണ് പഠിക്കേണ്ടത്. ഈ പുസ്തകം സമഗ്രമായി പഠിക്കുകയും നമ്മുടെ മുന്നോട്ട് പോക്കിന് ഊർജവും ഉന്മേഷവും നൽകേണ്ട ഒന്നായിട്ടാണ് ശിക്ഷിക്കപ്പെട്ട ദളിത് മജിസ്ട്രേറ്റ് നിയമസഭയിൽ എന്ന് പറയുന്ന ഭുവനേശ്വരി വല്ലാർപാട് എഡിറ്റ് ചെയ്യുകയും സമാഹരിക്കുകയും ചെയ്ത ഈ പുസ്തകം സുദീർഘമായ കഠിനാധ്വാനത്തിന് ശേഷമാണ് ഈ പുസ്തകം സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സജിത് ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് പോലെ തുടർച്ചയായ വിവരാവകാശ രേഖകൾ, അതിനു മുകളിലുള്ള പോരാട്ടം, വിവരാവകാശ രേഖ കിട്ടണമെങ്കിൽ തന്നെ മറ്റൊരു പോരാട്ടം നടത്തണം. ആ പോരാട്ടത്തിൻ്റെ ഫലമായി കിട്ടിയ രേഖകൾ അത് സമാഹരിച്ചൊരു പുസ്തകമായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. അയ്യങ്കാളിക്ക് ശേഷം കേരളം കണ്ട ധീരനായ ദളിത് പോരാളി എന്ന് ടി.എ. പരമൻ മാഷിനെ ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ പുസ്തകം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഇന്ന് ഇന്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിലെ ദളിതരും ആദിവാസികളും ബഹുജനങ്ങളും അനുഭവിക്കുന്ന ദുരിതങ്ങളെ മുൻനിർത്തിയാണ് ഈ ചോദ്യങ്ങൾ, ടി.എ. പരമൻ MLA ഉന്നയിച്ച ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ
നമ്മുടെ മൗനം ഭേദിച്ചുകൊണ്ട്, നമ്മളെ അസ്വസ്ഥരാക്കിക്കൊണ്ട്, നമ്മളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട്, നമ്മളെ വിറപ്പിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും. ആ ചോദ്യങ്ങളെ അഭിസംബോധന ചെയ്യാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഇന്ന് ഉന്നയിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ആർക്കും ചിലപ്പോൾ ഈ പുസ്തകം വായിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഈ പുസ്തകം വായിച്ചതിന് ശേഷം അനീതിക്കെതിരെ ഉറക്കെ നിലവിളിക്കാൻ, കരയാനെങ്കിലും എത്ര പേർക്ക് ധൈര്യമുണ്ട് എന്നുള്ളതാണ് പരമൻ മാഷിൻ്റെ ഈ പുസ്തകം നമ്മളോട് ചോദിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സമൂഹം നേരിടുന്ന അനീതിക്ക് മുകളിൽ വലിയ ദുരിതമഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അയ്യോ ഈ വെയിൽ കൊണ്ട് വെന്തുരുകി വാടിയിടുന്നു നീ എന്നിയെ എന്ന് ശക്തമായ വെയിലുണ്ടായിരുന്ന കാലത്ത് മഴ പെയ്യാൻ വേണ്ടി ഗുരു പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നീതിക്ക് വേണ്ടി നിലവിളിക്കുവാൻ നമ്മൾക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട് എന്ന ചോദ്യത്തെ അഭിസംബോധന ചെയ്യുവാൻ പരമൻ മാഷിൻ്റെ ജീവിതം നമ്മളോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് അപകടകരമായൊരു യാത്രയാണ്. അത്ര ലളിതമായൊരു കാര്യമല്ല. നമ്മൾ ഇന്നിപ്പോൾ വളരെ സൗകര്യത്തോടുകൂടി മൈക്കും എല്ലാം വെച്ച് നമ്മൾ സംസാരിക്കുന്നു. ഈ സംസാരം പോലും അപകടമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപകടമാണ്. അത് ഭരണകൂട ശക്തികളെ, നിലീന ഭരണകൂട വ്യവസ്ഥയെ ഒക്കെ തന്നെ ഇത് ചോദ്യം ചെയ്യുന്നു, അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതാണ്. വ്യവസ്ഥിതി കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടരുന്ന സാമൂഹ്യ അനീതികളെ സ്വാഭാവികമാക്കി തീർക്കുമ്പോൾ അനീതി നമുക്കെല്ലാവർക്കും സ്വാഭാവികമായി തോന്നുന്നു എന്നുള്ളതാണ്. അമർത്യാസൻ പറയും, അനീതി സ്വാഭാവികമായി തീർന്ന ഒരു സമൂഹത്തിൽ അസമത്വം അതിശക്തമായി പടരുമെന്നുള്ളത് അമർത്യാസൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അസമത്വം നമ്മുടെ സമൂഹത്തിൽ വേരുപിടിക്കാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ നീതിക്ക് വേണ്ടി, സമത്വത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിലവിളികൾ, പോരാട്ടങ്ങൾ നമ്മൾ നിർത്താനേ പാടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ പറഞ്ഞേക്കാം, കരയുന്നതൊരു മോശം കാര്യമല്ലേ എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയേക്കാം. പക്ഷേ കരയുന്നത് അനീതിക്കെതിരെ പോരാടി ധീരമായ പോരാട്ടം നടത്തുന്നവരുടെ ഉള്ളിൽ നിന്നാണ്. അനീതി സ്വാഭാവികമായി ഹൃദയത്തിൽ തളം കെട്ടി നിൽക്കുമ്പോഴാണ് അനീതി ഒരു കരച്ചിലായി പുറത്തോട്ട് വരുന്നത്. മുത്തങ്ങയെ മുൻനിർത്തി ഒരു സിനിമ ഇപ്പോൾ പുറത്തു വന്നല്ലോ. ആ സിനിമ ഞാൻ പോയി കാണുകയുണ്ടായി. ആ സിനിമ കണ്ട് ആ തിയേറ്ററിലിരുന്ന് നെഞ്ചു പൊട്ടി കരഞ്ഞ ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് ആ സിനിമ, മുത്തങ്ങയിൽ നടന്ന സംഭവം ആ രീതിയിൽ സമ്പൂർണ്ണമായി അവിടെ ആവിഷ്കരിച്ചു എന്നുള്ള അവകാശവാദമൊന്നുമില്ല. പക്ഷേ ആ സിനിമ ദളിതരോട്, ആദിവാസികളോട് ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനമെങ്കിലും നമുക്ക് നരിവേട്ട എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ കഴിയും. ഇന്നും ദളിതരോടും ആദിവാസികളോടുള്ള സമീപനത്തിൽ പല രീതിയിലും സാമൂഹ്യമായ അയിത്തം പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിലും സാമൂഹികമായ അയിത്തം വളരെ ശക്തമായി നമ്മുടെ അക്കാദമിക മേഖലയിലും, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലും അതിശക്തമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ സാമൂഹ്യ അനീതിയെ നീതിയുടെ കണ്ണുകൊണ്ട് കാണുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് അഡ്വക്കേറ്റ് ടി എ പരമൻ MLA ജീവിതം. അതുകൊണ്ട് അഡ്വക്കേറ്റ് ടി എ പരമൻ MLA ജീവിതം എന്ന് പറയുന്നത് പരാജയപ്പെട്ട ജീവിതമല്ല, പോരാടി ജയിച്ച ജീവിതമാണ്. അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട ദളിത് മജിസ്ട്രേറ്റ് ആയിരിക്കാം. പക്ഷേ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട ദളിത് മജിസ്ട്രേറ്റാണ് എന്ന് ശീർഷകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ജീവിത സമരവും ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ നിശിതമായ വിമർശന സ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഭുവനേശ്വരി വല്ലാർപാടത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു. ചരിത്രപരമായ രേഖയാണ് ഈ പുസ്തകം. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ സർവകലാശാല വിദ്യാർത്ഥികൾക്ക് പോലും മാതൃകയായൊരു പ്രവർത്തനമാണ് ചെറായി രാംദാസും ഭുവനേശ്വരി വല്ലാർപാടവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം വേണ്ടത് ഇത്തരം അക്കാദമിക പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കാണ് കേരള ജ്യോതിയും നവകേരള ഫെലോഷിപ്പൊക്കെ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത്. കേരള സമൂഹം ആകമാനം ആദരിക്കേണ്ട രണ്ട് പ്രതിഭാശാലികളാണ് ചെറായി രാംദാസും ഭുവനേശ്വരി വല്ലാർപാടവും എന്ന് കേരള സമൂഹത്തെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.